ദേവായി ദേവാ പൂപ്പൂവായി പൂപ്പൂവാ. അടിപൊളി എന്റെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു ആ പാട്ടിനെ പറ്റിട്ട്. പക്ഷെ എനിക്ക് അതിന്റെ അല്ലേ ഒന്നും അറിയാത്തോണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഉണ്ടാകുന്നത്. നമ്മുടെ അനിത വന്നിട്ട് കുറെ ആയല്ലോ കണ്ടിട്ട്, കൂടെ ആരാണ് എന്ന് ചോദിക്കുന്നത്. നമ്മുടെ ഗായത്രി കുട്ടിയാണ് അനിത നമ്മളോടൊപ്പം. നമ്മള് ഇവിടെ അങ്ങനെ കുറെ ലൈവുകള് കുറെ നാളുകളായിട്ട് ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഇപ്പൊ ഒരു 4-5 ദിവസമായിട്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇതിൽ വരുന്നത്. മറ്റേതിലാണ് നമ്മൾ ലൈവ് ഉണ്ടാവാറ് പൊതുവെ. ഇതിലിപ്പോ നേരത്തെ അതിൽ കുറച്ചു നേരം ഇട്ടു. അപ്പോ ഗായത്രി കുട്ടി ഉണ്ട് നമ്മളോടൊപ്പം കൂടെ ചേരാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് തടസ്സമല്ല എന്നുള്ളത് കൊണ്ട് ഗായത്രി കുട്ടിയോടൊപ്പം നമ്മളിങ്ങനെ ഈ ഒരു ലൈവ് ഇട്ടിട്ട് അങ്ങനെ തുടർന്നതാണ് കേട്ടോ. ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട്, എന്തൊക്കെയെന്ന് പറയുന്നുണ്ട്. ഗായത്രി ഒന്ന് പരിചയപ്പെട്ടോ, ഒന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചോ. വീണ്ടും നമുക്ക് കാണാനുള്ളവരല്ലേ. ഹായ് അനഘ ചേച്ചി, ഹായ്. ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് സുഖമല്ലേന്ന് ചോദിക്കുന്നുണ്ട്. അനഘ ചേച്ചി കുറെ ആയല്ലോ കണ്ടിട്ട് പറയുന്നുണ്ട്. കൂടെ ആരാന്ന് ചോദിക്കുന്നുണ്ട്. കൂടെ ഇപ്പം ഗായത്രിയാണ്. ചേട്ടൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് കമന്റ് വായിച്ച് സഹായിക്കാനായിട്ട് കയറിയതാണ്. എന്റെ വീട് കൊല്ലമാണ്. ഞാൻ ബികോം തേർഡ് ഇയർ പഠിക്കുന്നു. ഹായ് പറഞ്ഞ് സ്നേഹമയക്കുന്നുണ്ട് നമ്മുടെ അനിത. എന്തൊക്കെയുണ്ട് എന്നിട്ട് വിശേഷങ്ങൾ? കുറെ ആയി പറഞ്ഞ പോലെ കണ്ടിട്ട്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറ. ഇപ്പൊ എങ്ങനെ ലൈവ് ഇല്ലേ? ലൈവ് ഉണ്ടാവാറുണ്ടോ? എല്ലാരും അവിടെ പോയി കുറെ ഒക്കെ ഗായത്രി എന്ന് പറയുന്നുണ്ട് അല്ലെ. അതെ, നമുക്ക് ഇതിലൂടെയുള്ള കുറച്ച് നല്ല സൗഹൃദങ്ങൾ കിട്ടുന്നതാണ്. എന്റെ സ്റ്റോപ്പ് ചെയ്തതാണോ, മോണിയൊക്കെ ആയി സെറ്റായതാണോ, അതോ വേണ്ടാന്ന് വെച്ചോ, എന്താണ്? കുറെ ആളുകൾ പിന്മാറുന്നുണ്ട്. എന്താണ് സംഭവം? കുറെ ആളുകൾ മോണി ആയിട്ടാണ്, കുറെ ആളുകൾ മോണി മതി എന്ന് പറഞ്ഞു പോകുന്നവരുണ്ട്. കുറെ ആളുകൾ ചാനല് കട്ടായി പോയവരുണ്ട്. പഴയതുപോലെയല്ല, കുറെ പ്രശ്നങ്ങളിലൂടെ എന്താ പറയാ, ചാനലിന്റെ ഇതെല്ലാം കട്ടായി പോയവരൊക്കെ ആയിട്ട് അങ്ങനെ കുറെ ആളുകളെ കാണാതെ ടൈം കിട്ടുന്നില്ല എന്ന് പറയുന്നത്. അതൊരു മെയിൻ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കും ടൈം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ യാത്ര ഉള്ളത് കൊണ്ട് ഈ യാത്രകൾ ഇങ്ങനെ ഓണാക്കി വെക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ. അതിന്റെ ഇടയിൽ നമുക്ക് ഗായത്രി കുട്ടീനെ കിട്ടിയത് വലിയൊരു എന്താ പറയാ, ഒരു പ്ലസ് പോയിന്റ് ആണ്. നമ്മളോടൊപ്പം എനിക്ക് മെസ്സേജ് വായിക്കലുകൾ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോ ഗായത്രി കുട്ടി ഉള്ളത് കൊണ്ട് മെസ്സേജ് ഒക്കെ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഗായത്രി കുട്ടി ഒന്ന് മെസ്സേജ് ഒന്ന് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ചോദിച്ചോളൂ. മുകളിലൊക്കെ ആരുണ്ട്, താഴെ വലിച്ചിടാൻ നോക്ക്. വരുന്നവരോടൊക്കെ ലൈക്ക് അടിക്കാൻ പറഞ്ഞു, കമന്റ് ചെയ്യാൻ പറഞ്ഞു. ഗായത്രി പോയോ? കേൾക്കുന്നില്ലേ? കാണുന്നില്ലേ? ഹലോ ഹലോ. ഹലോ ആ ഹലോ, കേൾക്കാം. കേൾക്കുന്നില്ലേ? കേൾക്കാം. അനുസരിച്ച് മുകളിലാണെങ്കിൽ ഹായ് എന്ന് പറയുന്ന സ്നേഹം തരുന്നുണ്ട്. അനുസരിച്ച് ഗായത്രി ഓക്കെ ഗായത്രി എന്ന് പറഞ്ഞ സ്നേഹം തരുന്നുണ്ട്. അനുസരിച്ച് ഞാൻ ഇപ്പോൾ ലൈവ് ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്ത് അനുസരിച്ച് ഡ്യൂട്ടി കുറച്ച് റിസ്ക് ആണെന്ന് പറയുന്നുണ്ട്. എന്ത് പറ്റി? ഡ്യൂട്ടിക്ക് എന്ത് പറ്റിയ? പോവല്ലേ. വിശേഷങ്ങള് എപ്പോഴെങ്കിലും ഒന്ന് കണ്ടുമുട്ടുന്നതാണ്. വിശേഷങ്ങൾ പറഞ്ഞിട്ട് പോവണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എപ്പോഴേ കുറെ നാളുകൾക്ക് ശേഷം കണ്ടതല്ലേ. വരാട്ടോ എന്ന് പറഞ്ഞു പോയി തോന്നുന്നു അല്ലേ. അല്ല, ഒരാള് മുകളിലുണ്ട്. ആരായിരിക്കും? അത് എറിഞ്ഞിട്ടാൽ അറിയാൻ പറ്റും. അറിയുന്നവരെന്നോ അറിയാത്തവരെന്നോ അല്ല, ഒളിച്ചിരിക്കുന്നവർക്ക് പറ്റിയൊരു പാട്ട് പാടിയ. ഈ ഒരു വിഷലിന് പറ്റിയ ഒരു സോങ് പാടാം. ഓക്കെ. ടൈം എല്ലാം മാറി. നൈറ്റ് ആണ് ഇപ്പൊ ഡ്യൂട്ടി.